ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ മക്കളുടെ കലാവിദ്യാഭ്യാസത്തിലെ ഒന്നാമത്തെ പാഠം ആയിട്ടുള്ള അരങ്ങുണർത്തുന്ന അനുഷ്ഠാന കലകൾ എന്നതിലെ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കുട്ടികളിലേക്ക് ഇവിടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസൊക്കെ STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് കേട്ടോ. പിന്നെ 1-2 ക്ലാസ്സിലെ മക്കൾക്കായിട്ട് നമ്മൾ വിശദമായിട്ട് ക്ലാസ്സുകൾ നൽകുന്നതിനായിട്ട് കേരള സിലബസിൻ്റെ ക്ലാസ്സുകൾ അതിനായിട്ട് നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എജ്യൂമേറ്റ് 2.0 എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ വീട്ടിലെ കുഞ്ഞുമക്കളും അതുപോലെ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മക്കളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സിലുള്ള മക്കൾക്ക് ഓൺലൈൻ ട്യൂഷൻ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പരിചയത്തിൽ ആർക്കെങ്കിലും അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അരങ്ങുണർത്തുന്ന അനുഷ്ഠാന കലകൾ. തരതാനേ തരതാനേ തന്താനി തരതാനീന, തരതാനേ തരതാനേ തന്താനി തരതാനീന. ഒരു വായ്ത്താരിയാണല്ലേ തന്നിട്ടുള്ളത്. വട്ടത്തിൽ നിന്ന് വായ്ത്താരി ഇഷ്ടമുള്ള ഈണത്തിൽ പാടി സ്വയം കറങ്ങിക്കൊണ്ട് പതുക്കെ ചുവട് വെക്കുക. ക്രമേണ വേഗം കൂട്ടിയും കുറച്ചും ചുവട് വെക്കണം. ഇത് പലതവണ ആവർത്തിക്കുക. ഇത്തരത്തിലുള്ള ഒരു നൃത്തരൂപം നമുക്ക് പരിചയപ്പെടാം. വായ്ത്താരി ചൊല്ലിക്കൊണ്ട് വട്ടത്തിൽ കൂടി നിന്ന് നൃത്തം ചെയ്യുന്നതിനെ നമ്മൾ ഗദ്ദിക എന്നാണ് ഈ നൃത്തരൂപം അറിയപ്പെടുന്നത്. എന്താണ് ഗദ്ദിക എന്ന് നമുക്കവിടെ തന്നിട്ടുണ്ട്. വയനാട്ടിലെ അടിയ ഗോത്ര വിഭാഗക്കാരുടെ അനുഷ്ഠാന നൃത്തകലയാണ് ഗദ്ദിക. നാട്ടുഗദ്ദിക, പൂജാ ഗദ്ദിക എന്നിങ്ങനെ ഗദ്ദിക 2 വിധത്തിലുണ്ട്. പുരുഷന്മാർ താളം കൊട്ടി പാടുകയും സ്ത്രീകൾ നൃത്തം ചെയ്യുകയും ചെയ്യുന്നതാണ് ഗദ്ദികയുടെ രീതി. ഗദ്ദിക സവിശേഷതകൾ. ഗദ്ദികയുടെ അവതരണത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച സവിശേഷതകൾ എന്തൊക്കെയാണ്? സവിശേഷതകൾ പോയിന്റ് വൈസാണ് എഴുതുന്നത്. ഗോത്രം വയനാട്ടിലെ അടിയ വിഭാഗക്കാരാണ്. വിഭാഗങ്ങൾ നാട്ടുഗദ്ദിക, പൂജാ ഗദ്ദിക എന്നിങ്ങനെ 2 വിധമുണ്ട്. അവതരണ രീതി. പുരുഷന്മാർ താളം കൊട്ടി പാടുകയും സ്ത്രീകൾ ചുവട് വെച്ച് നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത പ്രവർത്തനം പട്ടിക പൂർത്തിയാക്കുക. അവതരണ സ്ഥലം. വയനാട്ടിലെ അടിയ ഗോത്ര വിഭാഗക്കാരുടെ വീടുകൾക്ക് മുന്നിലോ പൊതുവേദികളിലോ ആണ് ഇത് പ്രധാനമായും അവതരിപ്പിക്കുന്നത്. ചുവട്. സ്ത്രീകൾ വട്ടത്തിൽ ചുവട് വെച്ച് നൃത്തം ചെയ്യുന്നു. പുരുഷന്മാർ താളം കൊട്ടി പാടുകയും ചെയ്യുന്നു. പാട്ട്. അടിയ വിഭാഗത്തിന്റെ തനതായ ഗോത്രഭാഷയിലുള്ള പാട്ടുകളാണ് ഗദ്ദികയ്ക്ക് ഉപയോഗിക്കുന്നത്. വാദ്യം. തുടി, ചെണ്ട തുടങ്ങിയ നാടൻ വാദ്യോപകരണങ്ങൾ താളം പിടിക്കാൻ ഉപയോഗിക്കുന്നു. വേഷം. മുണ്ടും മേൽമുണ്ടും ധരിച്ച ലളിതമായ വേഷവിധാനമാണ് അവതാരകർ ഉപയോഗിക്കുന്നത്. സ്ത്രീകൾ തനതായ രീതിയിൽ ചേല ചുറ്റുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഗദ്ദിക എന്ന അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ട് നമുക്ക് എഴുതി കൊടുക്കാവുന്നത്. PK കാളൻ 1937 ജനനം, 2007 മരണം. ഗദ്ദിക സാമുദായിക അതിരുകളിൽ നിന്നും പൊതു അരങ്ങിൽ ഗദ്ദിക എത്തിച്ചത് PK കാളനാണ്. വിശ്വാസങ്ങളുടെ ഭാഗമായി മാത്രം അവതരിപ്പിച്ചിരുന്ന ഗദ്ദിക കലാമൂല്യം ചോർന്നു പോകാതെ പൊതുവേദികളിൽ അവതരിപ്പിച്ചത് PK കാളന്റെ നേതൃത്വത്തിലാണ്. ഇനി നമുക്കവിടെ ചില അനുഷ്ഠാന കലകളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. കേരളത്തിലെ ചില അനുഷ്ഠാന നൃത്തരൂപങ്ങളുടെ ചിത്രങ്ങളാണിവ. അവ ഓരോന്നും ഏതൊക്കെയാണെന്ന് എഴുതുക. ഒന്നാമത്തേത് തെയ്യം, 2 പടയണി, 3 ദഫ്മുട്ട്, 4 കളരിപ്പയറ്റ്, 5 കാവടിയാട്ടം, 6 മുടിയാട്ടം. എന്താണ് അനുഷ്ഠാന കലകളെന്ന് നോക്കാം. ഐതിഹ്യങ്ങളെ പുനരാവിഷ്കരിക്കുന്നവയും വ്യത്യസ്തങ്ങളായ സാംസ്കാരിക പാരമ്പര്യ രീതികൾ വെളിവാക്കുന്നവയും ചരിത്രകഥകളെയും വിശ്വാസരൂപങ്ങളെയും പ്രതീകവൽക്കരിക്കുന്നവയുമാണ് അനുഷ്ഠാന കലകൾ. നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക, ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ ഓരോ പ്രദേശത്തെയും അനുഷ്ഠാന കലകൾക്ക് മാറ്റം ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്കത് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ആരാണ് കാപ്പാട് അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് നോക്കാം. മുൻകാലങ്ങളിൽ മുസ്ലിം വീടുകളിലും പള്ളികളിലും ഒതുങ്ങി നിന്ന ദഫ്മുട്ടിനെ ജനകീയമാക്കിയ കലാകാരനാണ് കാപ്പാട് അഹമ്മദ് കുട്ടി മുസ്ലിയാർ. കേരള സംഗീത നാടക അക്കാദമി അവാർഡിനു പുറമെ 1983 ഡൽഹിയിൽ വെച്ച് നടന്ന ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിൽ വെച്ച് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയിൽ നിന്നും പ്രത്യേക പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ ഒന്നാമത്തെ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. അടുത്തത് നെയ്യപ്പം എന്ന് പറയുന്ന പാഠഭാഗമാണ്. അതിൻ്റെ ചോദ്യോത്തരങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഇന്ന് ചെയ്ത ചോദ്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്